الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം പറഞ്ഞുകൊണ്ടിരുന്നത് ദുആവും ഖദറും തമ്മിലുള്ള ബന്ധമാണ്. അള്ളാഹു ഖദറാക്കിയ ഒരു കാര്യത്തിന് പിന്നെ എന്തിനാണ് ദുആ ചെയ്യേണ്ട ആവശ്യം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് നാം പറഞ്ഞത്. എന്താണ്? ദുആ എന്നുള്ളത് ഒരു ഖദറാണ്. അതായത് വിശപ്പ് എന്നുള്ളത് ഖദറായതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഖദറാണ്. അപ്പോ അള്ളാഹുവിൽ നിന്നൊരു കാര്യം നേടിയെടുക്കാൻ ദുആ എന്ന ഖദറിനെ ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ പറഞ്ഞു, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അള്ളാഹു അതിനനുസരിച്ചിട്ടുള്ളത് പകരം നൽകും, തിന്മകൾക്ക് അതുപോലെയാണ് പകരം നൽകുക എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. എന്നിട്ട് അടുത്തത് പറയുന്നത്, ഈ ചില ആളുകൾ ഖദറിനെ തവക്കുൽ ചെയ്ത് അവർ ചെയ്യുന്ന തിന്മകൾക്കാവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ദുആ ഒഴിവാക്കി ഖദറിനെ മാത്രം തവക്കുൽ ചെയ്യുക എന്നുള്ളത് അവരുടെ ദുർബലതയെ അറിയിക്കുന്നതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ബലിൽ ഫഖീഹു കുല്ലുൽ ഫഖീഹി അല്ലദീ യറുദ്ദുൽ ഖദറ ബിൽ ഖദരി. എന്നാൽ അറിവുള്ളവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദറിനെ ഖദർ കൊണ്ട് നേരിടുന്നവനാണ്. ويدفع القدر بالقدر ويعارض القدر بالقدر بل لا يمكن للإنسان أن يعيش إلا بذلك. കാരണം അങ്ങനെയല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. فإن الجوع والعطش والبرد وأنواع المخاوف والمحاذير هي من القدر. വിശപ്പ്, ദാഹം, തണുപ്പ്, അതുപോലെ വ്യത്യസ്തമായി നമുക്ക് അനുഭവിക്കുന്ന പല കാര്യങ്ങളും അത് ഖദറിൽപ്പെട്ടതാണ്. والخلق كلهم ساعون في دفع هذا القدر بالقدر. സൃഷ്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ജന്തുജീവജാലങ്ങൾ പോലും അഥവാ മൃഗങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണോ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് പറയുന്നു, വഹാകദ, അതുപോലെ തന്നെ മൻ വഫഖഹു അല്ലാഹു വൽഹമഹു റുഷ്ദഹു യദ്ഫഉ ഖദറൽ ഉഖൂബത്തിൽ ഉഖറവിയ്യ ബിഖദരി തൗബത്തി വൽ ഈമാൻ വൽ അഅമാലിസ് സ്വാലിഹ. അതുപോലെ തന്നെ അള്ളാഹു പരലോകത്ത് ശിക്ഷയാക്കി തീരുമാനിച്ചിട്ടുള്ള, തിന്മകൾക്ക് ശിക്ഷയാക്കി വെച്ചിട്ടുള്ള ശിക്ഷകളെ ദുനിയാവിലെ മറ്റ് ഖദറുകൾ കൊണ്ട് നേരിടണം. എന്താണ് ദുനിയാവിലെ ഖദറുകൾ? തൗബ, ഈമാൻ, അമലുസ് സാലിഹാത്ത് എന്നിവ കൊണ്ട്. അഥവാ പരലോകത്ത് ശിക്ഷ അള്ളാഹ് ഖദറാക്കിയുള്ള കാര്യമാണ്. അതിനെ ദഅഫ് ചെയ്യാൻ നമ്മുടെ ദുനിയാവിലുള്ള ഖദർ എന്താണ്? തൗബയും സൽക്കർമ്മങ്ങളും ചെയ്യലാണ്. അങ്ങനെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് ആ ഖദറിനെ ഉപയോഗിക്കണം. ഫഹാദാ ബിസാനുൽ ഖദറിൽ മുഖവ്വഫ് ഫി ദുനിയ വമാ യുദാദുഹു സവാ ഫറബ്ബുദ് ദാറൈൻ വാഹിദ്. കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മസ്അല, ദുആവും ഖദറും, ആ ഖദറിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള മസ്അല, അത് യഥാർത്ഥത്തിൽ മനസ്സിലായവൻ വലിയ ഒരു അറിവാണ് അവൻ ലഭിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ലാകിൻ യബ്ഖി അലൈഹി അംറാനി ബിഹിമാ തതമ്മു സആദതുഹു വഫലാഹുഹു. രണ്ട് കാര്യങ്ങൾ കൂടി അവൻ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് അവന്റെ ആ പൂർണ്ണമായ വിജയവും സൗഭാഗ്യവും അവൻ ലഭിക്കുകയുള്ളൂ. അതാ ഈ ഖദറിനെ നേരിടുന്നതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അഹദുഹുമാ, അതിലൊന്നാമത്തേത് അൻ യഅരിഫ തഫാസീല അസ്ബാബിശ് ശർരി വൽ ഖൈർ. അവന് മനസ്സിലാക്കാൻ സാധിക്കണം എന്താണ് ഷർറിന്റെ കാരണങ്ങളും ഖൈറിന്റെ കാരണങ്ങളും എന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. വതകൂന ലഹു ബസീറത്തുൻ ഫീ ദാലിക മിമ്മാ യുശാഹിദുഹു ഫിൽ ആലം. ഭൂമിയിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ കൊണ്ട് എന്താണ് നന്മയുടെ മാർഗങ്ങൾ, തിന്മയുടെ മാർഗങ്ങൾ എന്നുള്ളത് അവന് ഈ ഉൾക്കാഴ്ച ഉണ്ടാകണം. വമാ ജറബഹു ഫീ നഫ്സിഹി വഗൈരി വമാ സമിഅ മിൻ അഖ്ബാരിൽ ഉമമി ഖദീമൻ വഹദീസൻ. അഥവാ അവന്റെ അനുഭവങ്ങൾ കൊണ്ട് ഇന്നത് സംഭവിച്ചാൽ ദോഷമാണ് ഉണ്ടാവുക, ഇന്നത് ചെയ്താൽ നന്മയാണ് ഉണ്ടാവുക, നല്ലതാണ് എന്ന് അവന്റെ അനുഭവങ്ങൾ കൊണ്ടും അല്ലാതെയും എല്ലാം പൊതുവായി അവൻ നേടണം. അതിൽ വമിൻ അൻഫഇ മാ ഫീ ദാലിക തദബ്ബുറുൽ ഖുർആൻ. അതിൽ ഏറ്റവും അവന് ഉപകാരമുള്ള കാര്യം എന്താണ്? ഖുർആനിനെ ഉറ്റാലോചിക്കുക. അതായത് പരലോകത്തേക്ക് അവന് നന്മയുടെ മാർഗങ്ങൾ ഏതാണ്, തിന്മയുടെ മാർഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള
ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള മാർഗം ഖുർആൻ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുക, മനസ്സിലാക്കുക. ഫഇന്നഹു കഫീലുൻ ബിദാലിക അലാ അക്മലിൽ വുജൂഹ്, അത് ഏറ്റവും പൂർണ്ണമായി അവന് മതിയായവനാണ്. വഫീഹി അസ്ബാബുൽ ഖൈരി വശർരി ജമീഅൻ മുഫസ്സലതൻ മുബയ്യിനതൻ, ഖുർആനിൽ ഖൈറിന്റെയും ഷർറിന്റെയും അസ്ബാബുകൾ, കാരണങ്ങൾ, നന്മയുടെയും തിന്മയുടെയും കാരണങ്ങൾ വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. സുമ്മ അസ്സുന്ന, പിന്നെ അവൻ പരിശോധിക്കേണ്ട സുന്നത്തിലാണ്. ഫഇന്നഹാ ശഖീഖത്തുൽ ഖുർആൻ, ഖുർആനിനോടൊപ്പം നിൽക്കുന്ന, ശഖീഖത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഉപ്പാന്റെയും ഉമ്മാന്റെയിലും ഉള്ള സഹോദരങ്ങൾക്ക് പറയുന്നതാണ്. അഥവാ പ്രമാണം എന്ന നിലക്ക് ഖുർആനോടൊപ്പം നിൽക്കുന്ന കാര്യമാണ് ഹദീസ്, സുന്നത്ത്. അതിൽ പരിശോധിക്കണം. വഹിയ അൽ വഹ്യു സാനി, രണ്ടാമത്തെ വഹിയാണ്. വമൻ സറഫ ഇലൈഹിമാ ഇനായതഹു ഇക്തഫാ ബിഹിമാ അൻ ഗൈരിഹിമാ വഹുമാ യുരിയാനികൽ ഖൈറ വശർറ വഅസ്ബാബഹുമാ ഹത്താ കഅന്നക തുആയിനു ദാലിക ഇയാനൻ. ഖുർആനും ഹദീസും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖൈറും ഷെറും നിനക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. അങ്ങനെ ആ കാര്യങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് ഖൈറിന്റെ അസ്ബാബുകളെ സ്വീകരിക്കുകയും ഷെറിന്റെ അസ്ബാബുകളെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ ഖുർആനിൽ നിന്ന് മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് അള്ളാഹു നൽകിയ തൗഫീഖുകളും അനുഗ്രഹങ്ങളും, അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷകളും എല്ലാം ആലോചിക്കുമ്പോൾ ആ ഖൈറിന്റെയും ഷെറിന്റെയും കാരണങ്ങളെ തെരഞ്ഞെടുക്കാൻ, ഖൈറിനെ തെരഞ്ഞെടുക്കാനും ഷെറിനെ ഒഴിവാക്കാനും നിനക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരാള് രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഔഹാമു ഫി ദുആ, ദുആയിൽ ചില തെറ്റായ ധാരണകൾ ചില ആളുകൾ സംഭവിക്കാറുണ്ട്. അഥവാ തിന്മയിൽ മുഴുകുന്ന ആളുകൾ ഖദറിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അൽ അംറുസ്ഥാനി പറയാണ്, അയ്യഹ്ദറ മുഗാലതത നഫ്സി അലാ ഹാദിൽ അസ്ബാബ്, ഈ ഖൈറിന്റെയും ഷെറിന്റെയും അസ്ബാബുകൾ തമ്മിൽ കൂടിക്കലരുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അതിൽ അബദ്ധം കൂടിക്കലരല്ല, അതിൽ അബദ്ധം സംഭവിക്കുന്ന ഒരവസ്ഥ വരും. വഹാദാ മിൻ അഹമ്മിൽ ഉമൂർ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫഇന്നൽ അബ്ദ യഅരിഫു അന്നൽ മഅസിയത വൽ ഗഫ്ലത മിൻ അസ്ബാബിൽ മുദിറ ലഹു ഫി ദുനിയാഹു വആഖിറതിഹി വലാ ബുദ്ദ്. ഒരടിമയ്ക്ക് മനസ്സിലാകും ഈ തിന്മകൾ, അതുപോലെ അശ്രദ്ധമായിട്ടുള്ള ജീവിതം, അതവന്റെ ദീനും ദുനിയാവും പരലോകമൊക്കെ നശിപ്പിക്കുന്ന അറിയുന്നുണ്ടാവും. പക്ഷേ വലാകിൻ തുഗാലിതുഹു നഫ്സുഹു ബിലിത്തികാലി അലാ അഫ്വില്ലാഹി വമഗ്ഫിറതിഹി താറതൻ. ചിലപ്പോ ചില ആളുകള് അവര് തിന്മയിൽ ചെയ്യും, എന്നിട്ട് അള്ളാഹുവിന്റെ അഫ്, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഇത് അള്ളാഹ് പൊറുത്തു എന്നോട് വിചാരിക്കും. വബിത്തസ്വീഫി ബിത്തൗബതി താറതൻ, ചില സമയത്ത് തൗബ ഇനി കുറച്ച് വൈകിപ്പിച്ച് നാളെ ചെയ്യാം, മറ്റന്ന് ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന നിലക്ക് വൈകിപ്പിക്കും. വബിൽ ഇസ്തിഗ്ഫാർ ബിൽ ലിസാനി താറതൻ, ചില ആളുകൾ നാവുകൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഒന്നുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ വരും. വബിഫിഅലിൽ മൻദൂബാതി താറതൻ, ചില ആളുകൾ സുന്നത്തായ കർമ്മങ്ങൾ കുറെ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, തിന്മ ചെയ്ത് ജീവിക്കാന്ന് വിചാരിക്കും. വബിൽ ഇൽമി താറതൻ, ചില ആളുകൾ അവന്റെ അറിവുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതിക്ക് അറിവുണ്ട് എന്നുള്ള വിചാരിക്കും. വബിൽ ഇഹ്തിജാജ് ബിൽ ഖദരി താറതൻ, ചില ആളുകൾ ഇതൊക്കെ ഖദറാണ്, ഞാൻ തിന്മ ചെയ്യണമൊക്കെ ഖദറാണ് പറഞ്ഞിട്ട് അതിനെ ആശ്രയിച്ച് തിന്മയിൽ മുഴുകും. വബിൽ ഇഹ്തിജാജ് ബിൽ അശ്ബാഹി വന്നവാഇർ താറതൻ, അവന് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുന്ന മറ്റു പല കാര്യങ്ങളും സാദൃശ്യപ്പെടുത്തി അതങ്ങനെ ഏതുകൊണ്ട് ഇതിങ്ങനെ ആക്കാം എന്നവർ വിചാരിക്കും. വലിഖ്തിദാഇ ബിൽ അകാബിരി താറതൻ ഉഖറ, ചിലപ്പോ വേറെ ചില ആളുകളെ മാതൃകയാക്കിയിട്ട് ഓരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അഥവാ ഒരാൾ തിന്മ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ തിന്മയെ ന്യായീകരിക്കാൻ പിശാച് പല വഴികളും ഇട്ട് കൊടുക്കും. അതിലുള്ള ചില വഴികളാണത്. അപ്പൊ ഖൈറിന്റെ അസ്ബാബുകളാണ് എന്ത്, ശരിക്ക് തൗബയും ഇസ്തിഗ്ഫാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത് അവരെന്തിനൊപ്പം ചേർക്കും? തിന്മ ചെയ്യാനുള്ള തെളിവായിട്ട് അത് ഉപയോഗിക്കും. തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിന്റെ അഫുവും അള്ളാഹിന്റെ ഖദറൊക്കെ തിന്മയിൽ മുഴുകാനായിട്ട് അവരുപയോഗിക്കുന്ന അവസ്ഥ വരും. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാള് മദ്യപിക്കുകയോ മറ്റോ ചെയ്തപ്പോ ശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞത് അള്ളാഹിന്റെ ഖദറാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്. ഉമർ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞാൽ എന്താ, ഈ അടിയും അള്ളാഹിന്റെ ഖദർ തന്നെയാണ്. അപ്പൊ ചില തിന്മ ചെയ്യുന്ന ആളുകൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാണ്. ചില ആളുകൾ വിചാരിക്കും എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, സാലൽ അഥറു ദുനൂബ്, പാപത്തിന്റെ അടയാളമൊക്കെ നീങ്ങിപ്പോയിക്കോളും. വഖാല ലി റജുലുൻ മിനൽ മുൻതസിബീന ഇലൽ ഫിഖ്, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അറിവുള്ള ആളായിട്ടുള്ള ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, അന അഫ്അലു മാ അഫ്അലു സുമ്മ അഖൂൽ, ഞാൻ എന്ത് തിന്മയാച്ച ചെയ്യും എന്നിട്ട് ഞാൻ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയും. വഖദ് ഗുഫിറ ദാലിക അജ്മഉ,
കമാ സഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അതൊക്കെ എന്റേന്ന് പൊറുക്കപ്പെടും. ഹദീസിൽ വന്നതുപോലെ. എന്താ ഹദീസിൽ വന്നിട്ടുള്ളത്? മൻ ഖാല ഫി യൗമിൻ, ഒരാൾ ഒരു ദിവസം പറയുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഹുത്തത് അൻഹു ഖതായ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അത് പുറത്തു കിട്ടും. അപ്പൊ ഈ ഹദീസ് കേട്ടിട്ട് അയാൾ എന്താ തീരുമാനിച്ചത്? ഈ തിന്മ ചെയ്യാം, തിന്മ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 100 സുബ്ഹാനല്ലാഹി വബിഹംദി. ഇങ്ങനെ ഉണ്ടാവുന്ന ചില ആളുകളുണ്ട്. എന്നിട്ട് പറയാണ് വഖാല ലി ആഖർ, ഇബ്നുൽ ഖയ്യിം പറയാണ് മറ്റൊരാൾ എന്നോട് പറഞ്ഞു, മിൻ അഹ്ലി മക്ക, മക്കയിൽ താമസിക്കുന്ന ആൾ, നഹ്നു ഇദാ ഫഅല അഹദുനാ മാ ഫഅല, ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഇഗ്തസല, ഞങ്ങൾ കുളിക്കും, വതാഫ ബിൽ ബൈത്തി ഉസ്ബൂഅൻ, ഒരാഴ്ച കഅബയെ തവാഫ് ചെയ്യും, വഖദ് അഫൻ ഉസ്ബൂഅൻ ഉദ്ദേശിച്ചത് 7 തവണ തവാഫ് ചെയ്യും, വഖദ് മുഹി അൻഹു ദാലിക്, അപ്പൊ ഞങ്ങൾ എന്താവും? അതിന്ന് ഒഴിവായി കിട്ടും, ആ പാപം മായ്ച്ചു കിട്ടും എന്ന് പറയാം. വഖാല ലി ആഖർ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് മറ്റൊരാൾ, തിന്മയിൽ മുഴുകിയ മറ്റൊരാൾ തെളിവ് പിടിച്ചത് പറയാണ്, ഖദ് സഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് പറയാറുണ്ട്. എന്താണ് ഹദീസ്? അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ ഒരു തിന്മ ചെയ്യും, ഫഖാല, എന്നിട്ട് അവൻ പറയും, ഐ റബ്ബി ഇന്നി അസബ്തു ദംബൻ ഫഗ്ഫിർലി, റബ്ബേ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, തിന്മ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു നൽകണം. ഫഗഫറ ലഹു, അവന് പുറത്തു കൊടുക്കും. തുമ്മ മക്കസ മാ ശാ അല്ലാഹ്, പിന്നെ കുറച്ചു കാലം അവൻ തിന്മയൊന്നുമില്ലാതെ നിൽക്കും. തുമ്മ അദ്നബ ദംബൻ ആഖർ, പിന്നെ വേറൊരു തിന്മ ചെയ്യും. ഫഖാല റബ്ബി ഇന്നി അസബ്തു ദംബൻ ഫഗ്ഫിർലി, വീണ്ടും പറയും റബ്ബേ ഞാൻ ഒരു തിന്മ ചെയ്തു, എനിക്ക് പുറത്തു തരണം. ഫഗഫറ ലഹു, അവന് പുറത്തു കൊടുക്കും. തുമ്മ മക്കസ മാ ശാ അല്ലാഹ്, പിന്നെ അല്ലാഹു ഉദ്ദേശിച്ച കാലം നല്ല ഇസ്തിഖാമത്തിൽ റാഹത്തിൽ പോകും. തുമ്മ അദ്നബ ദംബൻ, വീണ്ടും തിന്മ ചെയ്യും. ഫഖാല ഐ റബ്ബി അസബ്തു ദംബൻ ഫഗ്ഫിർലി, അവൻ പറയും ഞാൻ വീണ്ടും തിന്മ ചെയ്തു, എനിക്ക് പുറത്തു തരണം. ഫഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയും അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, എന്റെ അടിമക്കറിയാം അവനൊരു റബ്ബുണ്ട്, അവൻ ചെയ്ത തിന്മകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ തിന്മകൾ പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് അവന് ബോധമുണ്ട്. ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് കാല, ആ വ്യക്തി തിന്മ ചെയ്ത ആള് പറയാണ്, എനിക്കൊരു സംശയമില്ല, എനിക്കൊരു റബ്ബുണ്ട് പാപം പൊറുക്കുന്നതും അതുപോലെ തന്നെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട്, എനിക്കൊരു സംശയമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ ഈ ഹദീസൊക്കെ പറയുന്ന ആശയം ഒന്നാണ്. ഈ ഹദീസ് കേട്ട ഒരാൾ തിന്മ ചെയ്യാൻ ആണ് പ്രേരണ എങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നിഫാഖാണത്, അവന്റെ കൽബിന്റെ രോഗത്തിന്റെ അടയാളമാണ്. ഈ ഹദീസുകൾ അറിയിക്കുന്നത് ഇഖ്ലാസോട് കൂടിയിട്ടുള്ള നസൂഹായിട്ടുള്ള തൗബയും ഇസ്തിഗ്ഫാറിന്റെയും അനന്തരഫലമാണ്. അപ്പൊ പല ആളുകളും, അറിവുള്ള ആളുകൾ തിന്മയിൽ മുഴുകുമ്പോൾ അവരുടെ ബുദ്ധി തെറ്റിപ്പോവുകയും ഇതുപോലുള്ള ഹദീസുകളെ, ഇതുപോലുള്ള കാര്യങ്ങളെ കൂട്ടിക്കുഴച്ച് എന്താക്കി മാറ്റും? അവർ തിന്മകൾക്ക് ന്യായീകരണമായിട്ട് എടുക്കും. ഇത് റജായിന്റെ വിഷയത്തിൽ അഥവാ അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ വിഷയത്തിൽ അതിര് കവിയുമ്പോൾ ഉണ്ടാവുന്ന അപകടമാണ്. ഒരു മുഅ്മിന്റെ അവസ്ഥ എപ്പോഴും അള്ളാഹുവിലുള്ള പ്രതീക്ഷയിലും ഭയത്തിലും ബാലൻസ് ചെയ്തു പോകണം. സലഫുകൾ പറയാറുള്ള പോലെ ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ്. അത് ഒരു ചിറക് ഭയമാണെങ്കിൽ മറ്റേ ചിറക് പ്രതീക്ഷയാണ്. ശരീരം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ഇത് രണ്ടും ഒരുപോലെ ആകുമ്പോഴാണ് ഇബാദത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉയരുകയുള്ളൂ. ഇതൊന്ന് തെറ്റിപ്പോയാലോ അവൻ പിഴച്ചു പോകും. അപ്പൊ ഈ അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ വിഷയത്തിൽ അവർ അതിര് കവിയും. എന്നാൽ ഇതിൽ ചില ആളുകൾ പറഞ്ഞു പോകും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഖൗലിൽ ആഖർ, ചില ആളുകൾ പറയും, അത്തനസ്സുഹു മിനദ്ദുനൂബി ജഹ്ലുൻ ബിസിഅതി അഫ്വില്ലാഹ്, ഒരാൾ തിന്മയിൽ നിന്നൊക്കെ ഒഴിവാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിശാലമായ അഫ്വിൽ, പാപമോചനത്തിൽ പൊറുക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ജഹ്ലാണ്. ഒരാൾ തിന്മയില്ലാത്ത ഒരാളാകാൻ പാടില്ല. മറ്റു ചില ആളുകൾ പറയാറുണ്ട്, അവര് ദുആ ചെയ്യും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഇസ്മ, തിന്മ ചെയ്യാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ കാണാം. കാരണം തിന്മകളെ അവർ ഇതുപോലെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെന്താക്കി മാറ്റും? അവർ അത് നല്ലതാണ് എന്ന നിലക്ക് ശൈത്താൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതിൽ തെറ്റിപ്പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, അതിൽ ചില ആളുകൾ വമിൻ ഹൗലാഇൽ മഗ്റൂരീൻ മൻ യതഅല്ലഖു ബിമസ്അലത്തിൽ ജബ്ർ, ഇതിൽ ഗുറൂറിലായ വഞ്ചിക്കപ്പെട്ട ആളുകൾ, ചില ആളുകൾ ജബറിന്റെ വാദം പടരും. ജബർ എന്ന് പറഞ്ഞാൽ, ജബരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖദറിന്റെ വിഷയത്തിൽ പഴച്ചുപോയ വിഭാഗക്കാരാണ്. അതായത് മനുഷ്യന് സ്വന്തമായിട്ട് ഒരു ഇറാദത്തില്ല, സ്വന്തമായ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല, സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. എല്ലാം അള്ളാഹുവിന്റെ നിർബന്ധ പ്രകാരം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്.
അപ്പൊ അവൻ തിന്മ ചെയ്താൽ അവൻ എന്ത് പറയും? ഇത് അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന നിലക്ക് അവനതിൽ സമാധാനം കണ്ടെത്തും. അപ്പൊ തിന്മയിൽ നിന്ന് തുടരാനുള്ള വഴിയായിട്ട് കണ്ടെത്തും. വന്നൽ അബ്ദ ലാ ഫഅല ലഹു അൽബത്ത വല ഇഖ്തിയാർ വഇന്നമാ ഹുവ മജ്ബൂറൻ അലാ ഫിഅലി മആസി. ഞാൻ നിർബന്ധിതനായി തിന്മ ചെയ്തതാണെന്ന് പറയും. ഇനി മറ്റു ചിലർ വമിൻ ഹഉലായി മൻ യഗ്തറു ബിമസ്അലത്തിൽ ഇർജാ, മുർജിയാക്കളുടെ വാദം പറയും. മുർജിയാക്കളുടെ വാദം എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിലുള്ളതാണ്. കർമ്മം കൊണ്ട് ഈമാൻ എന്ത് സംഭവിക്കൂല? കുറവൊന്നും സംഭവിക്കൂല. ഒരാൾ ഒരു തവണ വിശ്വാസിയായാൽ അവൻ ഇനി വ്യഭിചരിച്ചാലും മദ്യപിച്ചാലും കൊലപാതകം നടത്തിയാലും എന്ത് ചെയ്താലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനുള്ള ഒരാളാണ്, എല്ലാവർക്കും ഒരേ ഈമാനാണ് ഉണ്ടാവുക എന്ന വാദമാണ് ഇർജാന്റെ വാദം. അവരങ്ങനെ പറയും. ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലാണ്, ഞാൻ പുറത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതുകൊണ്ട് ആ തെറ്റിനെ അവൻ ന്യായീകരിക്കും. അങ്ങനെയുള്ള വാദം പറയുന്ന ആളുകൾ കാണാം. ഇനി മറ്റു ചിലർ ومن هؤلاء من يغتر بمحبة الفقراء والمشايخ والصالحين. ചില ആളുകൾ തിന്മ ചെയ്യും, എന്നിട്ട് ആ തിന്മയിൽ തുടരാൻ അവര് എടുക്കുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാലിഹ്യങ്ങളായിട്ടുള്ള മശായിഖ്മാരായിട്ടുള്ള അതുപോലെയുള്ള ആളുകളോടുള്ള ഹുബ്ബ്, അവരെ സ്നേഹിച്ചാൽ, ഔലിയാക്കളെ സ്നേഹിച്ചാൽ, സ്വാലിഹ്യങ്ങളെ സ്നേഹിച്ചാൽ മതി, പാപങ്ങൾ പുറത്തു കിട്ടും. വകസറത്തു തറദ്ദുദി ഇലാ ഖുബൂരിഹിം വതളറു ഇലൈഹിം, ധാരാളമായി അവരുടെ ഖബറിലേക്ക് പോവും, ആ ഖബറിന്റെ മുമ്പിൽ പിന്നെ കീഴ്വണക്കം കാണിക്കും. വലിസ്തിശ്ഫാ ബിഹിം, അവരോട് ശഫാഅത്ത് തേടും. വതവസ്സുലി ഇലല്ലാഹി ബിഹിം, അവരൊരു തവസ്സുൽ തേടും. വസുആലുഹു ബിഹഖ്ഹിം അലൈഹി വഹുർമതിഹി ഇൻദ, അവരെ ഹഖും ജാഹും ബർക്കത്തും കൊണ്ടൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്ത് പാപങ്ങൾ പുറത്തു കിട്ടാൻ നോക്കും. നമ്മുടെ നാടുകൾ ധാരാളം കാണുന്നതാണ്. അവർക്ക് തിന്മയിൽ മുഴുകാനുള്ള ഒരു തെളിവായിട്ട്, ഒരു കാര്യമായിട്ട് അവർ തെരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള സ്വാലിഹീങ്ങളെ. അവരെ പിടിച്ചാൽ മതി, അവരോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ പരലോകം രക്ഷപ്പെടും എന്നുള്ള ധാരണ. ഇനി മറ്റു ചിലർ വഞ്ചിതരായി പോകുന്നത് വമിൻഹും മൻ യഗ്തറു ബിആബാഇഹി വഅസ്ലാഫിഹി, അവരുടെ പൂർവികന്മാരെ കുറിച്ച് ആലോചിച്ചിട്ട്, അതായത് വഅന്ന ലഹും ഇൻദല്ലാഹി മകാനതൻ വസലാഹൻ, അവരുടെ പൂർവികന്മാര് നല്ല അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനമുള്ള സ്വാലിഹീങ്ങളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഹക്കും ജാഹും ബർക്കത്തും കൊണ്ടെല്ലാം നമ്മുടെ തിന്മകളെല്ലാം ഒഴിവായി കിട്ടും, അതെല്ലാം പുറത്തു കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളും തിന്മയിൽ മുഴുകുന്ന ആളുകളായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് വേറെ ചില ആളുകൾ വമിൻഹും മൻ യഗ്തറു ബിഅന്നല്ലാഹ ഗനിയ്യുൻ അൻ അദാബിഹി, ചില ആളുകൾ തിന്മയിൽ മുഴുകാൻ വേണ്ടി തെറ്റിപ്പോകുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും അള്ളാഹ്ക്ക് ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അള്ളാഹ് ഒരാളെ ശിക്ഷിക്കാൻ ആവശ്യമില്ലാത്തവനാണ്. വഅന്ന അദാബഹു ലാ യസീദു ഫീ മുൽക്കിഹി ശൈഅൻ, അള്ളാഹ് ഒരാളെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കൂടാനുണ്ടോ? ഒന്നും കൂടാനില്ല. വറഹ്മതുഹു ലാ തൻഖുസു മിൻ മുൽക്കിഹി ശൈഅൻ, ഇനി അള്ളാഹ് കാരുണ്യം കാണിച്ചുകൊണ്ട് അള്ളാഹിന്റെ മുൽക്കിൽ എന്തെങ്കിലും കുറയാനുണ്ടോ? ഒന്നും കുറയാനില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല, അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല എന്നവർ പറയും. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ദരിദ്രനായ ഒരാള്, അയാള് കുറച്ച് വെള്ളത്തിന് ആവശ്യമാണ്. അപ്പൊ വലിയൊരു സമ്പന്നൻ, അവന് കുറെ അരുവിയും ഇതൊക്കെ ഉള്ള തോട്ടമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം കൊടുക്കാൻ എന്തെങ്കിലും ഒരു മടി അയാൾ കാണിക്കോ? ആ സമ്പന്നൻ കാണിക്കോ? ഇല്ല. പിന്നെ ഇത്രയും വിശാലമായ അള്ളാഹ് എന്തിനാണ് അടിമകളെ ശിക്ഷിക്കുന്നത് എന്നാണ് അവര് വാദം വെക്കുക. ഇത് തിന്മകൾ മുഴുകുമ്പോ ശൈത്താൻ എങ്ങനെയെങ്കിലും ആ തിന്മയിൽ നിലനിർത്താൻ വേണ്ടി ഒരാളുടെ കൽബിൽ ഇട്ടുകൊടുക്കുന്ന പലതരത്തിലുള്ള ന്യായങ്ങളായിരിക്കും. ഇനി മറ്റു ചിലർ വമിൻഹും മൻ യഗ്തറു ബിഫഹ്മിൻ ഫാസിദിൻ ഫഹിമഹു വഹുവ വഅദ്റാബുഹു മിൻ നുസൂസിൽ ഖുർആനി വസുന്ന. ഈ മറ്റു ചില ആളുകളുണ്ട്, അവര് തെറ്റായ ഫഹ്മ്, ഖുർആനും ഹദീസും തന്നെ മനസ്സിലാക്കി തെളിവെടുക്കും തിന്മ ചെയ്യാൻ. അത് തെറ്റായി മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാണ്. അതിന് ചില ആളുകൾ ഈ ആയത്ത് സൂറത്തുൽ ദുഹയിലെ 5-ാമത്തെ ആയത്ത് വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതാണ്, നിനക്ക് അള്ളാഹു നൽകും, നീ തൃപ്തിപ്പെടുകയും ചെയ്യും. ഖാലു, ഈ ആയത്ത് ഓതിയിട്ട് അവർ പറയും വഹുവ ലാ യർളാ അൻ യകൂന ഫിന്നാരി അഹദു മിൻ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുള്ള ഒരാളും നരകത്ത് കിടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവൂല, തൃപ്തിപ്പെടൂല. അതുകൊണ്ട് തന്നെ നബിയുടെ ഉമ്മത്തായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ രക്ഷപ്പെടും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അവർ പറയും. ഇങ്ങനെ പല രീതിയിൽ അവർ പറയും. ഇത് ഏറ്റവും വിഡ്ഢിത്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്നത് എന്താണ്? അള്ളാഹു തആല തൃപ്തിപ്പെടുന്നതാണ്. അള്ളാഹു തആല ഉൽമ ചെയ്തവർക്ക് ശിക്ഷ വെക്കുക എന്നുള്ളത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുകയുള്ളൂ. ഇനി മറ്റു ചില ആളുകൾ ഖുർആനിനെ തെറ്റായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഈ ആയത്ത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഈ ആയത്ത് ഓതിയിട്ട് അവർ തിന്മകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും, അവർ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ആയത്ത് ആർക്കുള്ളതാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്കുള്ളതാണ്. ഈ ആയത്തിൽ ഷിർക്ക് വരെ പുറത്തു കിട്ടും. ഷിർക്കിന്റെ അടിസ്ഥാനം എന്താണ്? പുറത്തു കിട്ടൂല എന്നാണ്.
എന്നാൽ ഈ ആയത്തിൽ ഷിർക്ക് വരെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവനോടാണ് എന്ത് പറയുന്നത്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പശ്ചാത്താപമില്ലാതെ, തൗബയില്ലാതെ, ഇസ്തിഗ്ഫാർ ഇല്ലാതെ തിന്മയിൽ തുടരുന്നവനോടാണോ എല്ലാ തിന്മയും പുറത്തു തരും എന്ന് പറയുന്നത്? എല്ലാ പാപങ്ങളും പുറത്തു തരും പറയുന്നത് അല്ല. ചില ആളുകൾ ഈ ആയത്തിനെ ആ രീതിയിൽ മനസ്സിലാക്കുന്നത് കാണാം. അപ്പോ ഇതുപോലെയുള്ള പല വാദങ്ങൾ ആളുകൾ എടുക്കും. മറ്റൊരു വാദം പറയുന്നത്, ചില ആളുകൾ ഈ ആയത്തിനെ സൂറത്തുൽ ഇൻഫിത്താറിലെ 6-ാമത്തെ ആയത്ത്, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മനുഷ്യ, കരീമായ അള്ളാഹുവിന്റെ, മാന്യനായ അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്ന ആയത്ത്. എന്നിട്ട് അവർ പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആല കരീമാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, നമ്മെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തിന്മയിൽ മുഴുകുന്ന അവസ്ഥ ഉണ്ടാവും. ഇതുപോലെ പല വാദങ്ങളും തിന്മ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പല വാദങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു വാദം പറയുന്നത്, ചില ആളുകൾ ഈ ഹദീസിനെ പറയും. ഏതാണ് ഹദീസ്? അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി ഫൽയദുൻ ബി മാ ശാഅ. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, നല്ലത് വിചാരിക്കുന്നത്, അതുപോലെയായിരിക്കും ഞാൻ അവന്. അതുകൊണ്ട് അവൻ എന്നെ കുറിച്ച് എന്താച്ച വിചാരിച്ചു കൊള്ളട്ടെ. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അവര് പറയും, അവര് തിന്മ ചെയ്താലും അള്ളാഹു പുറത്തു തരും എന്നുള്ള നല്ല ചിന്തയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് എന്താണ് അള്ളാഹു പുറത്തു തരുന്നു. ഈ ഹദീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നന്മ ചെയ്യുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മോശം ബന്നിന്റെ ആവശ്യമില്ല. അത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും. തെറ്റായിട്ട് അള്ളാഹുവിനെ കുറിച്ച് തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നു ബന്നുണ്ടാവില്ല. തിന്മയിൽ മുഴുകുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കാൻ സാധിക്കില്ല. ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞ ഒരു അസർ കാണാം, ഇന്നൽ മുഅ്മിന അഹ്സന ظن بربه فاحسن العمل. ഒരു മുഅ്മിൻ അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്തും, അതുകൊണ്ട് തന്നെ അവൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. വഇന്നൽ ഫാജിറ, എന്നാൽ തെമ്മാടിയായിട്ടുള്ള ഒരാൾ, അസാഅ ظن بربه فاساء العمل, അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് മോശം ചിന്തയാണ് വെച്ച് പുലർത്തുക, അവന്റെ കർമ്മങ്ങളും ഏറ്റവും മോശമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പലതരത്തിലുള്ള വന്ന് വെച്ചത് അത് തെറ്റാണെന്ന് പറഞ്ഞ ആയത്തുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു ഒന്നും അറിയുന്നില്ല, അള്ളാഹു ഒന്നും കാണുന്നില്ല, അള്ളാഹു ഒന്നും രേഖപ്പെടുത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞ ആളുകളോട് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഫുസ്സിലത്തിലെ 23-ാമത്തെ ആയത്തിൽ, വദാലികും വന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അവർ അള്ളാഹിനെ കുറിച്ച് വെച്ച വന്നാണത്, ചിന്തയാണത്, പക്ഷെ അത് അവർക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള പല തെളിവുകളും പല കാര്യങ്ങളും എടുത്തുകൊണ്ട് അവരുടെ തിന്മയിൽ മുഴുകാൻ അവർ ആ വാദത്തെ ഉപയോഗിക്കും. എന്നിട്ട് ഈ തിന്മയിൽ മുഴുകുന്ന ആളുകളോട് പറയുന്ന ചില വാക്കുകൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയാണ്, ഫതഅമ്മൽ ഹാദൽ മൗദിഅ, പാപത്തിനെ ന്യായീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. വതഅമ്മൽ ഷിദ്ദത്തൽ ഹാജത്ത് ഇലൈഹി, ഇതിലേക്കുള്ള ആവശ്യകത അവൻ മനസ്സിലാക്കണം. فكيف يجتمع في قلب العبد تيقنه بأنه ملاق الله, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഉറപ്പുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഇതിന് സാധിക്കുക? وأن الله يسمع كلامه ويرى مكانه, അള്ളാഹു അവനെ കേൾക്കുന്നുണ്ട്, അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്ന് ബോധമുള്ളവൻ. ويعلم سره وعلانيته, അവന്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ബോധമുള്ളവൻ. ولا يخفى عليه خافية من أمره, ഒരു ഗോപ്യമായ ഒരു വസ്തു പോലും അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കുന്നവൻ. فإنه موقوف بين يديه, അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ടവനാണ് ഞാനെന്ന് ബോധ്യമുള്ളവൻ. ومسؤول عن كل ما عمل, അവൻ ചെയ്ത എല്ലാത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന് ബോധമുള്ളവൻ. വഹുവ മുഖീമുൻ അലാ മുസാഖതിഹി, എങ്ങനെയാണ് അവൻ അള്ളാഹു വെറുക്കുന്ന അള്ളാഹു കോപിക്കുന്ന കാര്യത്തിൽ തുടരുക. വമുദയ്യിഉൻ ലിഅവാമിരിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പാഴാക്കുക ഒഴിവാക്കുക. വമുഅത്തിലുൻ ലിഹുഖൂഖിഹി, അള്ളാഹുവിന്റെ അവകാശങ്ങളെ നിഷേധിക്കുക. വഹുവ മഅ ഹാദാ യുഹസ്സിനു ظن ബിഹി, എന്നിട്ടും അവൻ അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുകയോ, ഈ ഒരു അവസ്ഥയിലായിട്ടും അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുകയോ. വഹൽ ഹാദാ ഇല്ലാ മിൻ ഖദഇൻ നുഫൂസ് വഗുറൂറിൽ അമാനി, ഇത് സ്വന്തത്തിലുള്ള വഞ്ചനയും അതുപോലെ തന്നെ പിഴച്ച വ്യാമോഹങ്ങളുമല്ലാതെ പിന്നെന്താണ് എന്നാണ് ചോദിക്കുന്നത്.
അതായത് അള്ളാഹുവിനെ കണ്ടുമുട്ടും, പരലോകമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത എന്ന് പറഞ്ഞ് തിന്മയിൽ മുഴുകുന്ന ഒരുത്തന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ സ്വന്തത്തിൽ വഞ്ചിക്കപ്പെട്ടവനാണ്, അവൻ ഖുറൂറിലാക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഹദീസ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. وقال أبو أمامة سهل بن حنيف دخلت أنا وعروة بن الزبير على عائشة رضي الله عنها. ഒരിക്കൽ അബൂ ഉമാമയും ഉർവത്ത് ബിൻ സുബൈറും കൂടി ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. فقالت لو رأيتما رسول الله صلى الله عليه وسلم في مرض له. റസൂലുള്ള രോഗിയായിരുന്ന മരണസമയത്ത് വകാനത് ഇൻദി 6 ദനാനീർ, എന്റെ അടുക്കൽ 6 ദിനാറുകൾ ഉണ്ടായിരുന്നു. ഔ 7 അല്ലെങ്കിൽ 7. فأمرني رسول الله صلى الله عليه وسلم أن أفرقها. എന്നോട് റസൂലുള്ള എന്ത് പറഞ്ഞു? അത് ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സ്വത്ത് എന്ത് ചെയ്യില്ല? അനന്തരം എടുക്കൂല. നബിമാരുടെ സ്വത്ത് എന്തുണ്ടാവില്ല? അനന്തരം എടുക്കൂല. അത് ബൈത്തുൽ മാലിലേക്കാണ് പോവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദാനം കൊടുക്കാൻ പറഞ്ഞു. قالت فشغلني وجع رسول الله صلى الله عليه وسلم. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ അസുഖവും ഇതൊക്കെ ആയിട്ട് ഞാൻ അതിന്റെ തിരക്കിലായി പോയി. حتى عافاه الله. അങ്ങനെ റസൂലുള്ളാഹിക്ക് കുറച്ച് സൗഖ്യം ഉണ്ടായപ്പോ ثم سألني عنها. എന്നോട് ആ ദീനാറിനെ കുറിച്ച് ചോദിച്ചു. അതെന്താ ചെയ്തതെന്ന് ചോദിച്ചു. قال അൻ ചോദിച്ചു മാ ഫഅൽതി അകുൻതി ഫറഖ്തി 6 ദനാനീർ. ആ 6 ദീനാർ നീ കൊടുത്തോ എന്താ നീ ചെയ്തു ചോദിച്ചു. فقلت لا والله ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. لقد كان شغلني وجعك. നിങ്ങളുടെ ഈ രോഗം എന്നെ തിരക്കിലാക്കി എന്ന് പറഞ്ഞു. قالت അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് فدعا بها فوضعها في كفه. അതെന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി അത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു മാ ظن نبي الله لو لقي الله وهذه عنده. എന്താണ് അല്ലാഹുവിന്റെ നബിയുടെ എന്താണ് ചിന്ത, എന്താണ് ഇതുമായിട്ട് ഞാൻ അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ. മറ്റൊരു ലഫ്ളിൽ മാ ظن محمد بربه لو لقي الله وهذه عنده. ഇതുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് മുഹമ്മദിന്റെ എന്താണെന്ന് എന്താ പറയുന്നത്? ഒരു ഹറാമിനെ പറ്റിയാണോ? അല്ല, ഇതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്താണ് അവന്റെ വന്ന്? തിന്മ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ നല്ല ചിന്ത വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ തുടരുക? എങ്ങനെയാണ് അവനത് ആ ഒരു ന്യായീകരണം അതിന് പറയാൻ സാധിക്കുക? ഈ ഒരു ഹദീസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത് പിടിച്ചിട്ട് പറയാണ് എന്താണ് മുഹമ്മദിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇതുമായിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ തിന്മ ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുന്നവനാണ് എന്ന് പറയാൻ സാധിക്കുക? അത് തെറ്റായിട്ടുള്ള ഒരു വാദമാണ്. ഇനി എന്താണ് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് അവന്റെ അമല് നന്നാക്കുകയും അള്ളാഹുവിന് നല്ല പ്രതീക്ഷ വെക്കുകയുമാണ്, നല്ല ചിന്ത വെക്കുകയുമാണ് വേണ്ടത്. ഒരു ഹദീസ് കാണാം, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞാൽ അവന്റെ നഫ്സിനെ പരിശീലിപ്പിക്കുകയും പരലോകത്തേക്ക് വേണ്ടി മരണത്തിന് ശേഷമുള്ളതിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നവനുമാണ്. വൽ ആജിസു ദുർബലൻ അല്ലെങ്കിൽ ദുർബലതയുള്ളവൻ എന്ന് പറഞ്ഞാൽ മൻ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്. അവൻ സ്വന്തത്തെ ഇച്ഛകൾക്ക് പിന്നാലെ പോവുകയും എന്നിട്ട് അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയും വെച്ച് ജീവിക്കുന്നവനാണ്. സ്വന്തത്തെ തിന്മകളിൽ മുഴുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് നല്ല പ്രതീക്ഷ അള്ളതൊക്കെ പുറത്തു തരും, ആ രീതിയിൽ നല്ല ബന്നും വെച്ച് ജീവിക്കുന്നവനാണ് ഈ ഒരു അവസ്ഥയിലുള്ളത് എന്ന് ആര് പറയാണ്? ഈ ഹദീസിൽ പറയാം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു وبالجملة فحسن الظن إنما يكون مع اعتقاد أسباب النجاة وأما مع اعتقاد أسباب الهلاك فلا يتأتى إحسان الظن. അപ്പോൾ ഹുസ്നുൽ ظن അള്ളാഹുവിലുള്ള ഹുസ്നുൽ ظن എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവേണ്ടത് നല്ല അമലുകൾ കൊണ്ടാണ്. തിന്മകളെ കൊണ്ട്, മോശം അമലുകൾ കൊണ്ട് ഒരിക്കലും അള്ളാഹുവിലുള്ള ഹുസ്നുൽ ظن ഉണ്ടാവുകയില്ല. فإن قيل بل يتأتى ذلك ويكون مستند حسن الظن سعة مغفرة الله ورحمته وعفوه وجوده رحمته وعفوه وجوده وأن رحمته سبقت غضبه وأنه لا تنفع العقوبة ولا يضره العفو. ഇനി ഒരാൾ അവൻ പറയാണ് അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ കോപത്തിന് മേലെ റഹ്മത്ത്, അത് വിശാലമായെന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് അവൻ പറയുന്നത് എങ്കിൽ അതിനുള്ള മറുപടി ഖീല അൽ അംറു ഹകദ. കാര്യം അങ്ങനെ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അള്ളാഹുവിന്റെ കോപത്തേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അതിലൊരു സംശയമില്ല. എന്നിട്ട് പറയാണ് വല്ലാഹു ഫൗഖ ദാലിക്. നീ എന്തൊക്കെ പറഞ്ഞാലും അതിനേക്കാൾ മുകളിലാണ് അള്ളാഹ്.
നീ പറയുന്നതിനേക്കാൾ പാപം പൊറുക്കുന്നവനും മാന്യനായിട്ടുള്ളവനും കാരുണ്യം കാണിക്കുന്നവനുമാണ്. പക്ഷെ അതിന് യോജിച്ച സന്ദർഭം വരുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതിന് യോജിച്ച സന്ദർഭത്തിലെ അള്ളാഹു അതുപോലെ ആവുകയുള്ളൂ. ഫഇന്നഹു സുബ്ഹാനഹു മൗസൂഫുൻ ബിൽ ഹിക്മ, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, യുക്തിയുള്ളവനാണ്. വൽ ഇസ്സ, പ്രതാപമുള്ളവനാണ്. വൽ ഇന്തിഖാം, ശിക്ഷിക്കുന്നവനാണ്. വശിദ്ദത്തുൽ ബത്ഷ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വഉഖൂബത്തി മൻ യസ്തഹിഖുൽ ഉഖൂബ, ശിക്ഷക്ക് അർഹനായവനെ ശിക്ഷിക്കുന്നവനാണ്. ഫലൗ കാന മുഅവ്വൽ ഹുസ്നി الظن به على مجرد صفاته واسمائه لاشترك في ذلك البر والفاجر. നീ ഒരാൾ വിചാരിക്കുകയാണ് അള്ളാഹു ഈ പാവം പൊറുക്കുന്നവനും ഇതൊക്കെ ചെയ്യുന്നവനാണെന്ന് പറയുകയാണെങ്കിൽ അത് അള്ളാഹിന്റെ സിഫത്താണെന്ന് നിരുപാധികം പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പുണ്യം ചെയ്യുന്നവനും തെമ്മാടിയോടൊക്കെ ഒരുപോലെ ആവണ്ടേ? ഒരാൾ നല്ല രീതിയിൽ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നു, ഒരാൾ അള്ളാഹിനോട് തെമ്മാടിയായി ജീവിക്കുന്നു. അള്ളാഹു ഗഫൂർ ആണെന്നുള്ള നാമമോ അള്ളാഹുന്റെ അഫു എന്നുള്ള സിഫത്തോ മൊത്തമായിട്ട് എല്ലാവർക്കും പറയുകയാണെങ്കിൽ എല്ലാവരോടും ഒരുപോലെ ആവൂലേ? എല്ലാവരോടും ഒരുപോലെയാവും. പക്ഷെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മുഅ്മിനും കാഫിറും എല്ലാവരും ഒരുപോലെയാവും. പക്ഷെ അങ്ങനെയല്ല. ഫമാ യൻഫഉൽ മുജ്രിമ അസ്മാഉഹു വസിഫാതുഹു വഖദ് ബാഅ ബിസഖതിഹി വഗളബിഹി. ഒരു തെമ്മാടിക്ക്, അള്ളാഹുവിന്റെ കോപം വാങ്ങിയിട്ടുള്ള ഒരു തെമ്മാടിക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷണങ്ങളോ ഉപയോഗപ്പെടുകയില്ല. തിന്മയിൽ മുഴുകുന്നവന്, അള്ളാഹുവിന്റെ പരിധി ലംഘിക്കുന്നവന്. ബൽ, പക്ഷേ ഹുസ്നുൽ ദന്നി യൻഫഉ മൻ താബ വനദിമ വഖലഅ. ആരാണോ പശ്ചാത്തപിക്കുന്നത്, ആർക്കാണോ ഖേദമുണ്ടാകുന്നത്, ആരാണോ തിന്മകൾ ഒഴിവാക്കുന്നത്, അവനാണ് ഹുസ്നുൽ ദൻ ഉപകരിക്കുക. വബദ്ദല സയ്യിഅത ബിൽ ഹസന, അവന്റെ തിന്മകൾ അവൻ നന്മകൾ കൊണ്ട് പകരം വെക്കുന്നു. വസ്തഖ്ബല ബഖിയത ഉംരിഹി ബിൽ ഖൈരി വത്താഅ, അവന്റെ ബാക്കിയുള്ള കാലം നന്മയിലായിക്കൊണ്ട് നടക്കുന്നു. തുമ്മ ഹസ്സന ദന്ന ബഅദഹ, പിന്നെ അല്ലാഹുവിനെ കുറിച്ച് നല്ല ബന്ന് വെക്കുന്നു. ഫഹാദാ ഹുവ ഹുസ്നുൽ ദൻ, ഇതാണ് ശരിക്കുള്ള ഹുസ്നുൽ ദൻ. വൽ അവ്വലു ഗുറൂറുൻ, എന്നാൽ മറ്റേത് പറഞ്ഞതോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അള്ളാഹ് പൊറുത്തരുന്ന് പറയുന്നവനോ അത് ഗുറൂറാണ്, അത് വഞ്ചനയാണ്, കബളിപ്പിക്കലാണ്. വല്ലാഹുൽ മുസ്തആൻ, അള്ളാഹു ആണ് സഹായം തേടുന്നവൻ. എന്നിട്ട് പറയാണ് വലാ തസ്തദിൽ ഹാദൽ ഫസ്ല ഫഇന്നൽ ഹാജത ഇലൈഹി ശദീദത്തുൻ ലികുല്ലി അഹദ് ഫഫർഖുൻ ബൈന ഹുസ്നുൽ ദന്നി ബില്ലാഹി വബൈനൽ ഗുറൂർ ബിഹി ഖാല അല്ലാഹു തആല. ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കാരണം ഇത് വളരെ ആവശ്യമുള്ളതാണ്, ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് അള്ളാഹുവിലുള്ള ഹുസ്നുൽ ദന്നും എന്താണ് അള്ളാഹുവിലുള്ള ഗുറൂറും. അധികം ആളുകൾ അകപ്പെട്ടു പോവുക തിന്മ ചെയ്താൽ ഗുറൂറിലാണ്. ഹുസ്നുൽ ദന്നാണെന്ന് വിചാരിക്കും, പക്ഷെ അകപ്പെട്ട ഏതിലാണ്? ഗുറൂറിലായിരിക്കും, പല തെളിവുകളും പിടിച്ചിട്ട്. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കാതെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഒന്ന് രണ്ട് ആയത്ത് കൊടുത്ത് പറയാണ്. സൂറത്തുൽ ബഖറയിലെ 218-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, ഹിജ്റ പോയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, അവർ അള്ളാഹുവിന്റെ കാരുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്. പറയാണ് ഫജഅല ഹഉലാഇ അഹ്ലർ റജാ, ഈ കൂട്ടരെയാണ് റജാന്റെ ആളുകൾ പറഞ്ഞത്. ഈമാനുള്ള, ഹിജ്റ ചെയ്ത, ജിഹാദ് ചെയ്ത, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളെയാണ് റജാഇന്റെ ആളുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വേറെയും ആയത്ത് സൂറത്തുൻ നഹ്ലിലെ 110-ാമത്തെ ആയത്ത്, ثم إن ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുകയും ജിഹാദ് ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവർ അവരോടാണ് അള്ളാഹു ഗഫൂറും റഹീമും ആകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എവിടെയെല്ലാം അള്ളാഹു പാവം പൊറുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതോ അവിടെയൊക്കെ എന്താണ് നിബന്ധന? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, നന്മകളിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ്. തിന്മയിൽ മുഴുകിക്കൊണ്ട്, തിന്മയിൽ തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒന്നും പശ്ചാത്തപിച്ച് മടങ്ങാതെ, അള്ളാഹുവിനോട് രക്ഷ തേടാതെ അതിൽ മുഴുകുന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുറൂറാണ്, അത് പിഴച്ച വാദമാണ്. എന്നിട്ട് പറയണം ഫൽ ആലിമു യളഉ റജാഅ മവാദിഅഹു, അറിവുള്ളവൻ എവിടെയാണോ പ്രതീക്ഷ വെക്കേണ്ടത് അവിടെ വെക്കും. വൽ ജാഹിൽ, എന്നാൽ വിഡ്ഢിയോ, അൽ മുഖ്തർ, കബളിപ്പിക്കപ്പെട്ടവനോ, യളഉഹു ഫി ഗൈരി മവാദിഇഹി, പ്രതീക്ഷ വെക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് കൊണ്ടായിട്ടാണ് പ്രതീക്ഷ വെക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഹുസ്നുൽ ദൻ എന്ന് പറഞ്ഞാൽ അത് നല്ലത് ചെയ്തുകൊണ്ട് അള്ളാഹുള്ള പ്രതീക്ഷയാണ്. അതല്ലാതെ തിന്മകൾ മുഴുകിക്കൊണ്ട് അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുകളെയോ ഹദീസുകളെയോ വാദങ്ങളെയോ കൊണ്ടുവരിക ചെയ്യുന്നത് ഗുറൂറിൽപ്പെട്ട കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് അള്ളാഹുവിന്റെ അഫ്വും അള്ളാഹുവിന്റെ അമ്രും ഇത് തമ്മിലുള്ള ബന്ധമാണ് അടുത്തത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.